ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ. ചേനത്തണ്ടും ചെറുപയറും കൊണ്ടുള്ള ഒരു സൂപ്പർ തോരനാണ്. പിന്നെ ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ തോരൻ വെക്കാനായിട്ട് ഇന്നലെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ. അത് ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിൽ വെക്കാറില്ല, കുക്കറിൽ വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ കുഴഞ്ഞു പോവും. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നടച്ച് വെച്ചിട്ട് വേവിക്കും. ഒരു 10 മിനിറ്റ്, ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. എന്താ ഈ ഒരു രീതിയിൽ വെള്ളം വറ്റിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് വെന്ത് പോയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഴഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒന്നും കൂടി വേവിക്കും. ഇനിയും ചേനത്തണ്ടൊക്കെ ചേർത്ത് കഴിയുമ്പം ഒന്നും കൂടി വേവിക്കും കേട്ടോ, അതിൻ്റെ കൂടെ ഇട്ടിട്ട്. പണ്ട് ഒരു പാട്ടുണ്ടല്ലോ, ഓണത്തപ്പ കുടവയറ നാളെ തന്നെ തിരുവോണം, ഓണക്കറികൾ എന്തെല്ലാം ചേനത്തണ്ടും ചെറുപയറും. അപ്പോൾ ഈ ഓണത്തിന് പോലും ഇത് വെക്കുന്നുണ്ട്, ചേനത്തണ്ടും ചെറുപയറും ഒക്കെ അല്ലേ. അപ്പോൾ എന്തായാലും പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു പറയണം കേട്ടോ. പിന്നെ ഇനി നമ്മൾ ഇവിടെ പയർ വെന്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സാധാരണ നമ്മൾ ചെയ്യും പോലെ തന്നെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കാറില്ല കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലയും കടുകുമാണ് ചേർത്ത് കൊടുക്കാറ്. പിന്നെ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ അരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ താല്പര്യമില്ല, അത് കടിക്കുന്നതേ ഇവിടെ ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ നേരത്തെ ഈ അടുത്ത കാലങ്ങളായിട്ടാണ് ഞാൻ ഇതുപോലെ ഇലകളും തണ്ടുകളും ചക്കക്കുരു, ചക്കക്കൂഞ്ഞിയൊക്കെ തോരൻ വയ്ക്കാൻ തുടങ്ങിയത്. അടുത്ത കാലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 മാസം. അപ്പോൾ അതായത് ചേനത്തണ്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഒരു ചെറിയ സവോളയുടെ ചെറിയൊരു ഭാഗം കൂടി ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയുമോ ഇങ്ങനെയുള്ള തോരനൊക്കെ ഞാൻ വയ്ക്കാത്തതിൻ്റെ? ഒന്നാമത്തെ കാര്യം, ഹസ്ബൻഡിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുള്ളി ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, പുള്ളി ബോംബെയിലായിരുന്നു. പിന്നെ മക്കൾ, അവർ ഒട്ടും ഇഷ്ടമല്ല അവർക്ക് ഇങ്ങനെയുള്ള ഒക്കെ കഴിക്കാനായിട്ട്. ബോംബെയിലായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ, അല്ലെങ്കിൽ മീനോ ചിക്കനോ അല്ലെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ്, ഇതൊക്കെയാണ് അധികവും. അവിടെ നമുക്കിത് കിട്ടുന്നുണ്ട് എങ്കിലും ഇതുപോലെ ഫ്രഷൊന്നും ആകാത്തതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ അവർ കഴിച്ചതും അതായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അവർ കഴിക്കാത്തതുകൊണ്ട് ഇത് അങ്ങനെ മേടിക്കാറില്ല. പിന്നെ ഇപ്പോൾ അവർ വലുതായി, 2 പേരിപ്പം ജോലിയും കാര്യങ്ങളോട്ട് അവർ ഓരോ സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ ഒരാളാണ് ഇവിടെ വീട്ടിലുള്ളത്. അപ്പോൾ പുള്ളി ഇപ്പോൾ എന്തായാലും നല്ലതുപോലെ ഇത് കഴിക്കും കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറ് കുറച്ചെടുത്തിട്ട് ഇത് അവിയലോ അല്ല ഇതുപോലുള്ള തോരനാണ് കൂടുതൽ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചേനത്തണ്ടൊക്കെ ചേർത്തിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ബർണറിൽ ഞാൻ രാവിലെ പാലിൻ്റെ പാടയിൽ നിന്ന് നെയ്യ് എടുക്കത്തില്ലേ നമ്മൾ, അങ്ങനെ ആ പാൽപ്പാട അടിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് ഈ കടായിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടായി എന്ന് പറയുന്നത് ഒരു 5-6 വർഷമായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എടുക്കാതെ വെച്ചിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് മയക്കി എടുത്തെങ്കിലല്ലേ ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മെയിൻ്റനൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു ശകലം നനവ് പോലും വന്നു കഴിഞ്ഞാൽ തുരുമ്പെടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിതങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ നെയ്യൊക്കെ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡീപ് ഫ്രൈ എന്തെങ്കിലും ചെയ്യത്തില്ലേ, വല്ല ചിപ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ കണക്ക് ബജിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇതെടുക്കുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇതിങ്ങനെ പരന്നതല്ല, അപ്പോൾ കുറേ ഓയിൽ നമ്മൾ ഒഴിക്കേണ്ടി വരും. ഇതേപോലെ ഈ കടായി, ഒലിപ്പുറത്തിരിക്കുന്ന കടായില്ലേ ഞാൻ ഇളക്കി കൊടുക്കുന്ന കടായി, ഇതുപോലത്തെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാസ്റ്റ് അയണിൻ്റെ ആ ഒരു പാൻ അങ്ങനെ ഒരുപാട് എടുക്കാറില്ല കേട്ടോ, ഒരു കടായി. അപ്പോൾ എപ്പോഴെങ്കിലും എടുത്തിത് ഇതുപോലെ ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഇതെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എണ്ണയൊക്കെ തേച്ചങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊരു മെനക്കെട്ട ഒരു പരിപാടിയാണിത്. എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ. നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാനും ഫ്രൈ ചെയ്യാനും അതേപോലെ ബീഫൊക്കെ വരട്ടത്തില്ലേ, അതിനൊക്കെ നല്ലൊരു സംഭവമാണ് കേട്ടോ ആ ഒരു കടായി. ന്യൂട്രിയോൻ്റെയാണ്, നല്ലതായിരുന്നു കേട്ടോ. കുറേ ആയി ഞാൻ മേടിച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം എന്തായാലും ആയിട്ടുണ്ടാകും. പക്ഷേ ഇതാണ് സംഭവം, ഈ വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും എടുത്ത് കഴുകാനും അതേപോലെ വെള്ളത്തിന് നനവൊന്നും വരാതെ സൂക്ഷിച്ച് വെക്കാനും ഒക്കെ കുറച്ച് പാടായതുകൊണ്ട് എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. എങ്കിലും ഞാൻ സമയം കിട്ടുന്ന സമയങ്ങളിൽ അല്ലെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഇതുപോലത്തെ 2-3 കേട്ടോ, കടായി ആയിട്ടും അല്ലാതെ ഒരു സൈസ് പാനായിട്ടും ഒക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറി മാറി ഞാൻ അധികവും എടുക്കുന്നത് ഈ ഇതുപോലെ നെയ്യ് എടുത്ത് വെക്കുന്ന സമയത്താണ് കേട്ടോ ഞാനത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും കുറച്ച് നെയ്യ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്, പാൽപ്പാടിൽ നിന്ന് എടുത്ത് ഈ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ ചേച്ചി ഇത്രയും വലിയൊരു കടായി എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും. അതിനാണ് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ നെയ്യ് ഏകദേശം ഒന്നായി വരുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 10-200 മില്ലി എങ്കിലും കാണും കേട്ടോ ഈ നെയ്യ്. ഇത് വളരെ കുറവല്ല ഇത്.
ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചാകുമ്പോൾ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കും. ഇത് കൂടുതലായി കഴിഞ്ഞ് നല്ലൊരു പണിയാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. കയ്യിലൊക്കെ എന്തായാലും ആകുന്നുണ്ടാവില്ല. അപ്പോൾ അത് തീരാതെ വേറൊരു കാര്യത്തിന് നമുക്ക് മാറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ചെറിയ പാത്രം, ഒരു ചെറിയൊരു ഡബ്ബയാണ് വെച്ചിരിക്കുന്നത്. അത് നിറയുമ്പം നമ്മൾ അടിച്ചെടുക്കുമല്ലോ. ആദ്യമൊക്കെ വലിയൊരു പാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിറഞ്ഞ് കഴിയുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ, കുറേ വട്ടം നമ്മൾ അടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. അപ്പോൾ എന്താ അറിയോ, ഇത് മിക്സ് ചൂടാകും. അപ്പോൾ പിന്നെ കുറേയൊക്കെ അങ്ങോട്ട് നെയ്യായിട്ട് വരാതെ പിരിഞ്ഞൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടാകും. അതുകൊണ്ട് പിന്നെ ഞാൻ ചെറിയ പാത്രങ്ങളിൽ വെച്ചിട്ട്, ചെറിയൊരു പാത്രത്തിൽ വെച്ചിട്ട് അത് ഫില്ലാകുമ്പോഴത്തേക്ക് ഇതുപോലെ അടിച്ചെടുക്കും. അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ തോരൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജീരകം, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, തേങ്ങ, കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് അരച്ചിട്ടുള്ളത് കേട്ടോ. ഈ വെളുത്തുള്ളി എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ 1-2 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പയർ ചേർക്കും ചെറിയൊരു ഗ്യാസിൻ്റെ ഇതുണ്ടാവില്ല നമുക്ക്, അതിനാണ് ഞാൻ ഈ വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത്. ചിലർ വെളുത്തുള്ളി ചേർക്കാറില്ല, ജീരകം മാത്രം കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ നെയ്യിൽ ഞാൻ കുറച്ച് ഒരേ ഒരു നുള്ള് മാത്രം ജീരകവും അതുപോലെ ഒരു നുള്ളിൽ താഴെ മഞ്ഞൾപ്പൊടിയും ചേർക്കും കേട്ടോ. നല്ലൊരു സ്മെല്ല്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയുള്ള നെയ്യ് നമുക്ക് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു സ്മെല്ലും കിട്ടും നമ്മുടെ നെയ്യ്ക്ക്. അപ്പോൾ അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കൂടിപ്പോരുത്, മഞ്ഞൾപ്പൊടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരബദ്ധം പറ്റിയിട്ടോ. ഞാൻ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പം കുറച്ച് നെയ്യ് ചേർക്കും കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിൽ നല്ല മഞ്ഞ കളറായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഈ നെയ്യ് ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ തവിയുടെ ഈ കണ വെച്ച് ഞാൻ ഇങ്ങനെ ചിക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ തോർന്ന് കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ അത് നല്ല തോരൻ നമുക്ക് കിട്ടും. പിന്നെ അതിവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ നെയ്യ് എന്ന് പറയുന്നത്. ഉരുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. പാകത്തിന് ഒരുപാട് മൂത്ത് പോയാലും കരിഞ്ഞിട്ട് നമ്മുടെ നെയ്യുടെ കളറും ഒക്കെ ഒന്ന് മാറും. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാൻ ആ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. തോരൻ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തോരന് ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ, എല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റ്, നല്ല കിടിലൻ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊന്നും ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു അടുത്തൊരു കാലം കൊണ്ടാണ് സ്ഥിരമായിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. അധികവും ഞാൻ ക്യാരറ്റ് ഇത് ഇങ്ങനെയൊക്കെയുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു മാക്സിമം ഒരു 3 മാസം അത്രേ വരുള്ളൂ എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, മോന് കഴിക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്ന നാടൻ റെസിപ്പികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ തോരനിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് തമ്പനയിൽ ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചൂടോടെ തന്നെ ഞാനത് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും എനിക്കറിയാം ഒരുപാട് പേര് ഇത് ചെയ്യാത്ത ഇങ്ങനെയുള്ള, അതായത് ഇപ്പോൾ ക്യാരറ്റും കാബേജ് ബീറ്റ്റൂട്ട് ഇങ്ങനെയൊക്കെ പുറത്തുനിന്ന് വാങ്ങി തന്നെ വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കൾ കഴിക്കുകയും ചെയ്യും, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, എല്ലാം അവർ കഴിച്ചൊന്ന് ശീലിക്കുമല്ലോ. അല്ലെ കുറച്ച് കഴിയുമ്പോൾ കഴിക്കാതായിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞതുപോലെ. പിന്നെ ഇവരൊക്കെ വലിയ പിള്ളേരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കപ്പയും നല്ല കാന്താരി മുളകും തേങ്ങയും ഉള്ളിയും ഒക്കെ കൂടെ വെച്ച് അരച്ചിട്ട് നാരങ്ങാനീരൊക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ചമ്മന്തി, നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. ഇവിടെ വള്ളിക്കൊഴിയാളെന്നാണ് ഈ മീൻ പറയുന്നത്. അയലയുടെ ഒരു ടൈപ്പാണ്. നല്ല സൂപ്പർ മീൻ കറി, കപ്പയും അതൊക്കെ ഒന്ന് കഴിച്ച്. പിന്നെ ഇനി ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു പീലറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാർലിക്ക്, ജിഞ്ചർ, കൂർക്ക ഇതൊക്കെ പീൽ ചെയ്യുന്ന ഒരു പീലറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കതിൽ നെഗറ്റീവ് കമൻറ്റ് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ തന്നെ 2-3 പ്രാവശ്യം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഈ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാന്ന് അവരെന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ടാവും, അതിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ സർജറിയെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. ആ സമയത്ത് മോനായിരുന്നു അധികവും കിച്ചണിൽ. അയാൾ എന്തോ എടുത്ത കൂട്ടത്തിൽ ഇത് താഴെ വീണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ഈ സംഭവം ഇങ്ങനെ വീണിട്ട് ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട്, ഞാൻ ഷെൽഫിൽ വെച്ചിരുന്ന താഴെയായിട്ട് അവിടോട്ട് വന്നിങ്ങി വീണെന്നാണോ പറഞ്ഞത്. ഇതങ്ങ് പൊട്ടി കേട്ടോ. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഉപയോഗശൂന്യമാണിത്, വളരെ വിഷമമുള്ളൊരു സംഭവമാണ്. പിന്നെ അതിൽ സങ്കടപ്പെടാനില്ല ഒരുപാട്, കാരണം വളരെ നല്ല രീതിയിൽ എൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കി, അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇതെനിക്ക് വളരെ അത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇത് ഇനിയിപ്പം എനിക്ക് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. ഇത് എന്താണ് ചെറിയൊരു പ്രശ്നം എനിക്കിൽ തോന്നിയതെന്ന് പറയുമ്പോൾ നമ്മളിത് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കണം, കൈ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിപ്പം ഞാൻ ഇന്നാൾ കാണിച്ച ഇലക്ട്രിക്കിൻ്റെ ചോപ്പറും അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് ഇടാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ട്. ഞാൻ വെളുത്തുള്ളി ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്, പൊട്ടിയിരുന്നത്.
പിന്നെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. അതാണ് അതിലെ കിടക്കുന്ന വെളുത്തുള്ളിയുടെ തൊലി കേട്ടോ. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇതിനിപ്പോൾ എനിക്കിതൊന്നും ഉപയോഗശൂന്യമാണിത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മോട്ടറാണല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒരുപാട് എനിക്ക് നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് ഒരുപാട് വ്യൂസ് എനിക്ക് കിട്ടിയൊരു 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 നല്ല വ്യൂസ് കിട്ടിയ ഒരു വീഡിയോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ കാണാനായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനും പിന്തുണയ്ക്കുമൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. ഇതെന്തായാലും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള വിശേഷങ്ങളും വിഭവങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.